പ്രിയമുള്ളവരെ, വചനജ്വാല 1513 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 22 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ജപമാല മാസം 22 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 37 അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. യഥാർത്ഥ സ്നേഹിതൻ. ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും, എന്നാൽ ചിലർ നാമമാത്ര സുഹൃത്തുക്കളാണ്. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ? ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി? ചില സ്നേഹിതന്മാർ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും. ചില സ്നേഹിതന്മാർ സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്, എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവന് വേണ്ടി പരിചയായി നിൽക്കും. സ്നേഹിതനെ മറക്കരുത്, നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക, ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്ന് വരാം, സ്വാർത്ഥ ലാഭമായിരിക്കും അവന്റെ ഉന്നം. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്കെന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും. നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം സ്വീകരിക്കരുത്. അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. സ്ത്രീയോട് അവളുടെ പ്രതിധ്വനിയെ പറ്റിയോ ഭീരുവിനോട് യുദ്ധത്തെ പറ്റിയോ വ്യാപാരിയോട് വിലയെ പറ്റിയോ വാങ്ങുന്നവനോട് വിൽപ്പനയെ പറ്റിയോ വിദ്വേഷിയോട് നിന്ദയെ പറ്റിയോ വിദ്വേഷിയോട് നന്ദിയെ പറ്റിയോ ക്രൂരനോട് കരുണയെ പറ്റിയോ അലസനോട് അധ്വാനത്തെ പറ്റിയോ ഒരു വർഷത്തൊക്കെ കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാകുന്നതിനെ പറ്റിയോ മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റിയോ ആലോചന നടത്തരുത്. ഇത്തരക്കാരോട് ഉപദേശം തേടരുത്. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക, അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരെക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. എല്ലാറ്റിലുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിനോട് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ നമുക്കേറെ പരിചിതനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ആയിരത്തി 1978 കരോൾ ജോസഫ് വെറ്റീവ മാർപ്പാപ്പയായത്. അദ്ദേഹം മാർപ്പാപ്പയാകുന്ന സമയത്താണ്
ജോൺ പോൾ രണ്ടാമൻ എന്ന പേര് സ്വീകരിച്ചത്. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് പാറമടയിലും കെമിക്കൽ കമ്പനിയിലും ജോലി ചെയ്ത വോയ്റ്റീവ ഹിറ്റ്ലറുടെ നാസി പട്ടാളം പോളണ്ടിനെ കീഴടക്കിയ കാലത്താണ് രഹസ്യമായി വൈദിക പരിശീലനം പൂർത്തിയാക്കി വൈദികനായത്. തുടർന്ന് പല ഇടവകളിൽ സേവനം ചെയ്യുന്നതിനിടെ ഡോക്ടറേറ്റ് നേടി. പിന്നീട് മെത്രാനായി, മെത്രാപ്പോലീത്തായായി, കർദിനാളായി. പിന്നീടാണ് തിരുസഭയുടെ 264ാമത്തെ മാർപ്പാപ്പയായി ജോൺ പോൾ രണ്ടാമൻ എന്ന നാമധേയം സ്വീകരിച്ചത്. 1920 ജനിച്ചത്. 2005 നിത്യത പോകി. 2011 മെയ് ദിനത്തിൽ അദ്ദേഹത്തിന്റെ പിൻഗാമി കൂടിയായ ബെനഡിക്ട് 16 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്കും 2014 ഏപ്രിൽ 27 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരുടെ ഗണത്തിലേക്കും ഉയർത്തി. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ വിശുദ്ധ ഹിലാരിയോനെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. പാലസ്തീനയിലെ ഗാസയിലെ തബാത്ത എന്ന പട്ടണത്തിൽ വിജാതീയ മാതാപിതാക്കളിലാണ് ജനനം. അലക്സാണ്ട്രിയയിൽ പഠനം, അവിടെ വെച്ച് ജ്ഞാനപ്പെട്ട് വാസം സ്വീകരിച്ചു. മരുഭൂമിയിലെ വിശുദ്ധ ആന്റണിയുടെ കൂടെ 2 മാസം താമസിച്ച് ഏതാനും സന്യാസികളോടൊപ്പം സ്വദേശത്തേക്ക് മടങ്ങി. മാതാപിതാക്കൾ മരിച്ചതുകൊണ്ട് തൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം സ്വന്തക്കാർക്ക് നൽകി, ബാക്കി ഭാഗം ദരിദ്രർക്കും നൽകി. അന്ന് 15 വയസ്സ് മാത്രമേ ഹിലാരിയോനുള്ളൂ. അനന്തരം ഈജിപ്തിലെ ഒരു വിജന പ്രദേശത്ത് ഏകാന്തവാസം അനുഷ്ഠിച്ചു. റൊട്ടി പോലും ഉപേക്ഷിച്ച് 6 കൊല്ലം ദിവസവും 15 അത്തിപ്പഴം മാത്രം കഴിച്ച് ജീവിച്ചു. ജഡിക പരീക്ഷണയാൽ അതും ഉപേക്ഷിച്ചിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് താമസ സ്ഥലങ്ങൾ മാറി മാറി ഒടുവിൽ സൈപ്രസിൽ ഒരു ഗുഹയിൽ കിടന്ന് 80-ാം വയസ്സിൽ നിര്യാതനായി. പ്രിയരെ, വിശുദ്ധ ഹിലാരിയോന്റെയും നമുക്കേറെ സുപരിചിതനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.